എൻ്റെ പേര് ഫൈസാന. ഞാൻ എക്കോഡൊമയിലൊരു 3 ഇയേഴ്സ് ആയിട്ടുണ്ട്. ബേസിക്കലി എനിക്ക് നെറ്റ് കിട്ടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്കോഡൊമയിൽ ജോയിൻ ആയിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ ജോയിൻ ആവുന്നത് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടല്ല, ഒരു ഫാക്കൾട്ടി മെമ്പർ ആയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ CUT PG ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻസ് കാരണമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, നെറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ മാക്സിമം PYQ ചെയ്യണം എന്നുള്ളതാണ്. കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് കൂടെ തന്നെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ബൈ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്, ഞാൻ അത്രയും PYQ ചെയ്തുകൊണ്ടാണ് എനിക്ക് നെറ്റ് കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ പറയും. അത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ PYQ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് മാക്രോ ഇക്കണോമിക്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആക്കാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. കാരണം നിങ്ങളുടെ ഒരു സഹകരണം എനിക്ക് ഇവിടെ ആവശ്യമാണ്. കാരണം അറിയാലോ, ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഞാൻ തന്നെ അതിൻ്റെ ആൻസർ പറഞ്ഞ് ഞാൻ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു പോകുന്നൊരു രീതി ആയിരിക്കില്ല. എന്ത് ചെയ്യും, ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ തന്നെ അതിൻ്റെ ആൻസറും പിന്നീട് അതിൻ്റെ എക്സ്പ്ലനേഷനും തരുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. അപ്പം എല്ലാവരും ഓക്കെ ആണല്ലോ? സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ആണോ? ഓക്കെ ആണ്, ക്ലിയർ. സ്ക്രീന് ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പം കാണുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് ഓക്കെ ആണോ ഈ സ്ക്രീന്? അത് ഞാൻ വലുതാക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, നിങ്ങൾ ഇപ്പോഴേ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഓക്കെ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. സോ നമ്മൾ മാക്രോ എക്കണോമിക്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമല്ല, കറക്റ്റ് എന്തുകൊണ്ട് ആൻസർ ആയി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അത് ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് വരാണെങ്കിലും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. ഞാൻ ഈ സ്ക്രീനിലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാറ്റ് എനിക്ക് കാണാൻ പറ്റിക്കോണം എന്നില്ല. അപ്പം എന്തെങ്കിലും ഇഷ്യൂസ് വരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഡസ് നോട്ട് കം അണ്ടർ ദ പെർവ്യൂ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ പരിധിയിൽ വരാത്ത ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പറയുന്നത് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ബി ഇഷ്യൂസ് ഓഫ് ബാങ്ക് നോട്ട്സ്, സി ദ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് ആൻഡ് ഡി മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഓഫ് ദി ക്രെഡിറ്റ്. ഇതിൽ ഏതായിരിക്കും റിസർവ് ബാങ്കിന്റെ പരിധിയിൽ വരാത്ത ഫംഗ്ഷൻ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യനാ, ആർക്കും ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാവോ? ഡി ആണ് അല്ലേ? അബ്ദു പറയുന്നത് ഡി ആണ് ആൻസർ എന്നുള്ളതാണ്. ബാക്കി അതേഴ്സ് എനി ഐഡിയ? ഡി ആണ്, എല്ലാവരും ഡി ആണോ? ആർക്കും ചലഞ്ച് ചെയ്യാനൊന്നുമില്ല? എയും ബിയും സിയും ഒന്നുമില്ല, ഫുൾ ഡി ആണ്. എ, ആഗ്ന പറയുന്നത് എ ആണ്. ഓക്കെ, ഇനി അതേഴ്സ്? ഓക്കെ, സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ഡി ആണ്. ഡി എന്താ പറയുന്നത്? മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഓഫ് ദി ക്രെഡിറ്റ് എന്നുള്ളതാണ് ഡി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഡി എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻ അല്ല, മറിച്ച് ആരുടെ ഫംഗ്ഷൻ ആണ്? ഇത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഡി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. സോ നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ? ഒന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ഒന്ന് എന്ത് ചെയ്യുക, ലോണബിൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ലോണബിൾ ഫണ്ട് പ്രൊവൈഡിങ്ങിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് ദി കൊമേഴ്ഷ്യൽ ബാങ്കിനെയാണ് നമ്മൾ ഇവിടെ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കാണുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് കസ്റ്റോഡിയൻ ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അല്ലെ? ഫോറിൻ എക്സ്ചേഞ്ചിന്റെ റിസർവ് ആരുടെ കയ്യിലാണ്? RBIയുടെ കയ്യിലല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ദി നോട്ട്സ് അല്ലെ? 1 രൂപ നോട്ടും ബാക്കിയുള്ള കോയിൻസും ഒഴികെ ബാക്കി എല്ലാ നോട്ടും പ്രിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. അതുപോലെ തന്നെ ദ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് അല്ലെ? എന്ന് വെച്ചാൽ എന്താണ്? ഒരു എമർജൻസി വരുന്ന സമയത്ത്
ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് ആര് മാത്രമായിരിക്കും? RBI ആയിരിക്കുമല്ലോ. ഒരു അവസാന അത്താണി എന്നൊക്കെ പറയുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും അല്ലെ? അപ്പൊ ഈ പറയുന്ന 3 ഫങ്ഷൻസും ആരുടെ അണ്ടറിൽ വരുന്നതാണ്? RBIന്റെ അണ്ടറിൽ വരുന്നതാണ്. എന്നാൽ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷന് ആരുടേതാണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പൊ ബേസിക്കലി ഈ ഒരു ക്വസ്റ്റ്യന് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആണ് മാക്രോ എക്കണോമിക്സിന്റെ. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ PYQ ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ എന്താണെന്നറിയോ? നമ്മൾ കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ ഒരു മാറ്റം ഇല്ലാതെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഞാൻ PYQ ചെയ്തതിന് ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു എക്സാം എഴുതിയ സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് മാക്രോ എക്കണോമിക്സ് ആയിരുന്നു. ഏകദേശം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒരു 3-4 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ സെയിം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില ഏരിയകളിൽ റിപ്പീറ്റഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ നെറ്റിനൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും മെച്ചമുള്ളത് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഏതാണ്, അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. ചിലപ്പോൾ PYQ നോക്കുന്ന സമയത്ത് ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ എക്കണോമെട്രിക്സ് എടുക്കുന്ന സമയത്ത് CLRM അസംഷൻസ് ഇത് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിലെ മോണിറ്ററി പോളിസി ഇത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? PYQ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻസ്, ഞാൻ വെറുതെ പറയുന്നല്ല, സെയിം ക്വസ്റ്റ്യൻസ് 3-4 ക്വസ്റ്റ്യൻസ് സെയിം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില ഏരിയ നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഈ ഒരു ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഓപ്ഷൻസ് ഒക്കെ നോക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ ഓപ്ഷൻ നമ്മൾ കണ്ട പോലെ തന്നെ എന്താണ്, കസ്റ്റോഡിയൻ ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആരാണ്? RBIയുടെ കയ്യിലാണുള്ളത് അല്ലെ. RBI മാനേജ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഇനി അതുപോലെ തന്നെ 1 rupee നോട്ട്സും അതുപോലെ തന്നെ കോയിൻസും ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടും ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. ഇപ്പൊ 1 rupee നോട്ട് ആണെങ്കിലും കോയിൻസ് ആണെങ്കിലും അത് ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? ഫിനാൻസ് മിനിസ്ട്രിന്റെ അണ്ടറിലായിരിക്കും. ഇപ്പൊ 1 rupee നോട്ട്സിന്റെ മുകളിൽ നമുക്ക് ഗവർണറുടെ സൈൻ അല്ല കാണാൻ പറ്റുക അല്ലെ. RBI ഗവർണറുടെ സൈൻ അല്ല നമുക്ക് കാണാൻ പറ്റുക, അവിടെ നമുക്ക് ഫിനാൻസ് സെക്രട്ടറിന്റെ സൈൻ ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. ഇനി ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് അല്ലേ, എന്ന് വെച്ചാൽ എന്താണ്, ഏതൊരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെയും എന്താണ് അവസാനത്തെ ഒരു അത്താണി അല്ലെ. എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത് ഏറ്റവും അവസാനം അവരെ ഹെൽപ്പ് ചെയ്യാൻ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? RBI മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ദ RBI പ്രൊവൈഡ് ദ എമർജൻസി ഫണ്ട് ടു കൊമേഴ്ഷ്യൽ ബാങ്ക് വെൻ ദേ ഫേസ് ദ ലിക്വിഡിറ്റി പ്രോബ്ലം അല്ലെ. അപ്പൊ ഇതിൽ നമുക്കറിയാം മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഓഫ് ദി ക്രെഡിറ്റ് ആരുടെ അണ്ടറിൽ വരുന്നതാണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അണ്ടറിൽ വരുന്നതാണ്, RBIയുടെ അണ്ടറിൽ വരുന്നതല്ല. അപ്പൊ എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡെഫിനിഷൻ അല്ലെ. ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ദി കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് കേട്ടോ. ക്രെഡിറ്റ് ക്രിയേഷൻ റെഫേഴ്സ് ടു ദി process by which commercial bank create new deposit in an economy through the sanctioning of the loans, thereby expanding the total money supply. So നമുക്കറിയാം നമ്മളുടെ ഹൈപ്പവേർഡ് മണി ഉണ്ട് അല്ലെ. ഹൈപ്പവേർഡ് മണി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കറൻസി ഇൻ പബ്ലിക് ഹോൾഡ് പ്ലസ് എന്തായിരിക്കും, എത്രത്തോളം പബ്ലിക്കിന്റെ കയ്യിൽ കറൻസി ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ റിസർവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പവേർഡ് മണി കാണാം. ഇനി മണി സപ്ലൈ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? കറൻസി പ്ലസ് എന്തായിരിക്കും? കറൻസി പ്ലസ് എന്തായിരിക്കും? മണി സപ്ലൈ. കറൻസിന്റെ കൂടെ എന്തുണ്ടായിരിക്കും? ഡിമാൻഡ് ഡെപ്പോസിറ്റും കൂടെ ചേരുന്നതാണ് ആക്ച്വലി എന്ത് പറയുന്നത്? മണി സപ്ലൈ എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഇക്കണോമിയിൽ പ്രിന്റ് ചെയ്യുന്ന മണീനെ, ആ ടോട്ടൽ പ്രിന്റ് ചെയ്യുന്ന മണീനെ നമ്മൾ വിളിക്കുന്നതാണ് ഹൈപ്പവേർഡ് മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസർവ് മണി എന്ന് പറയും, അല്ലെങ്കിൽ മോണിറ്ററി ബേസ് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ മണി സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പ്രിന്റ് ചെയ്ത ആ മണി തന്നെ ആവണമെന്നില്ല. അപ്പൊ ഈ ഹൈപ്പവേർഡ് മണിയിൽ നിന്നും ഇക്കണോമിയിലുള്ള മണി സപ്ലൈനെ എന്ത് ചെയ്യാണ്, വേർതിരിക്കുന്ന ഫാക്ടർ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ക്രെഡിറ്റ് ക്രിയേഷൻ ആണ്. അപ്പൊ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോണാണ്. ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോൺ ആണ്. അപ്പൊ ലോൺ ക്രിയേഷൻ ആണ് ആക്ച്വലി എന്ത്? ക്രെഡിറ്റ് ക്രിയേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്കിന് 2 ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ലോണബിൾ ഫണ്ട് കൊടുക്കില്ല. ഈ 2 ഫംഗ്ഷൻസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്കിന് ഇനീഷ്യലി എന്ത് ചെയ്യും? ഒരു ഡെപ്പോസിറ്റ് കിട്ടും അല്ലെ. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല.
കൊമേഴ്ഷ്യൽ ബാങ്ക് ആക്ച്വലി എന്താ ചെയ്യുന്നത്, രണ്ട് പേഴ്സന്റെ ഇടയിൽ അല്ലെങ്കിൽ രണ്ട് ഇൻഡിവിജ്വലിന്റെ ഇടയിൽ എന്ത് ചെയ്യാണ്, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എ എന്ന് പറയുന്ന പേഴ്സന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന പേഴ്സൺ എന്ത് ചെയ്യും, ലോണബിൾ ഫണ്ട് ആയിട്ട് കൊടുക്കുകയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവർക്കിടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ആര് ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്ക് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, കൊമേഴ്ഷ്യൽ ബാങ്കിന് ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ 1 ലക്ഷം രൂപ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോണബിൾ ഫണ്ട് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതിൽ നിന്നൊരു നിശ്ചിത എമൗണ്ട് റിസർവ് ആക്കി വെച്ചതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, വേറൊരാൾക്ക് ലോണബിൾ ഫണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. ഈ ലോണിനാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് ആക്ച്വലി മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാക്കാനുള്ള പവർ ആർക്കുണ്ട്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനുണ്ട്. എന്താണ്, ഇനീഷ്യൽ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ്, മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് ലോൺ ക്രിയേറ്റ് ചെയ്യാനുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പവറിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്, ദ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമ്മുടെ കയ്യിലല്ലേ ഇപ്പൊ സ്റ്റെപ്പ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട് അല്ലെ. അപ്പം കറക്റ്റ് ആയിട്ട് ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ നോക്കാം. അപ്പൊ സ്റ്റെപ്പ് 1 നമ്മൾ എടുക്കുന്നത് എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 1000 രൂപ എന്ത് ചെയ്യുന്നുണ്ടാവും, ബാങ്ക് 1 കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ ഞാനാണ് എന്ന് പറയുന്ന പേഴ്സൺ എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു 1000 രൂപ എടുത്തിട്ട് ബാങ്ക് 1 പോയിട്ട് എന്ത് ചെയ്യും, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ ഈ 1000 രൂപ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും, അതിന്റെ ഒരു 20% റിസർവ് ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള എന്ത് ചെയ്യും, 800 രൂപ എന്ത് ചെയ്യും, ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കും. അപ്പൊ 1000 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. അതിൽ നിന്ന് 20% പറയുമ്പോൾ 1000 രൂപയുടെ 200 രൂപ എന്ത് ചെയ്യുന്നു, നമ്മുടെ റിസർവ് ആക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള രൂപ എന്ത് ചെയ്യുന്നു, ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, എ എന്ന് പറയുന്ന പേഴ്സന്റെ കയ്യിൽ നിന്ന് 1000 രൂപ റിസീവ് ചെയ്തിട്ട് അതിന്റെ 20% 200 രൂപ റിസർവ് ആക്കി വെച്ച് 800 രൂപ എന്ത് ചെയ്യണോ, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ഒരു പേഴ്സണിന് ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലോൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് തരല്ല ചെയ്യുക അല്ലെ. നമ്മുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ബാങ്ക് അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, വിഡ്രോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യാണ്, എ എന്ന് പറയുന്ന പേഴ്സന്റെ കയ്യിൽ നിന്ന് 1000 രൂപ വാങ്ങുന്നു, ബി എന്ന് പറയുന്ന പേഴ്സൺ എന്ത് ചെയ്യുന്നു, അത് ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കുന്നു. അപ്പൊ ബി എന്ന് പറയുന്ന പേഴ്സൺ എന്ത് ചെയ്യുന്നു, 800 രൂപ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കുന്നുണ്ടാവുക. കാരണം നമ്മൾ എന്ത് ചെയ്തു, 200 രൂപ റിസർവ് ആക്കി വെച്ചിട്ടാണ് ലോണബിൾ ഫണ്ട് കൊടുക്കുന്നുണ്ടാവുക. ഇനി ബി എന്ന് പറയുന്ന പേഴ്സണ് സി എന്ന് പറയുന്ന പേഴ്സണിന് അത് അയച്ചു കൊടുക്കണം. അപ്പൊ അയച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി അയാളുടെ ബാങ്കേ മാറി. ഇപ്പൊ എ എന്ന് പറയുന്ന പേഴ്സൺ ബാങ്ക് 1 വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന പേഴ്സൺ അത് ലോണബിൾ ഫണ്ടായിട്ട് എന്ത് ചെയ്യുന്നു, ബാങ്ക് 1 എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. ഇനി ബി എന്ന് പറയുന്ന പേഴ്സണ് സി എന്ന് പറയുന്ന പേഴ്സൺ എന്ത് ചെയ്യണം, അത് അയച്ചു കൊടുക്കണം. എന്നാൽ ഇയാളുള്ളത് ബാങ്ക് 2 വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സി എന്ന് പറയുന്ന പേഴ്സൺ എന്ത് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന പേഴ്സൺ സി 800 രൂപ ബാങ്ക് 2 കിട്ടിക്കഴിഞ്ഞാല് ബാങ്ക് 2 എന്ത് ചെയ്യുന്നില്ല, ഈ 800 രൂപ എന്ത് ചെയ്യുന്നില്ല, ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കില്ല. മറിച്ച് എന്ത് ചെയ്യും, അതിന്റെ ഒരു 20% 160 രൂപ കീപ്പ് ചെയ്തിട്ട് ബാക്കി 640 രൂപയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ലോണബിൾ ഫണ്ടായിട്ട് കൊടുക്കുന്നുണ്ടാവുക. ഈ ലോണബിൾ ഫണ്ട് എന്ത് ചെയ്യും, ഡി എന്ന് പറയുന്ന പേഴ്സണ് കിട്ടുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ 800 രൂപന്റെ ക്രെഡിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലെ, ആണ് നമ്മൾ റിസർവ് ആക്കി വെച്ച് ബാക്കി എന്ത് ചെയ്തു, ഉണ്ടായിട്ട് വീണ്ടും ബാങ്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് അല്ലെങ്കിൽ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ട്രിപ്പിൾ എമൗണ്ട് ഓഫ് ലോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലോൺ ക്രിയേഷൻ എന്ന് പറയാം. ഇത് ഓക്കെയാണോ, ഈ റിപ്പീറ്റ് ചെയ്യണോ, ആദ്യം കേൾക്കുമ്പോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ സിമ്പിൾ ആണ് സാധനം. റിപ്പീറ്റ് ചെയ്യണം മക്കളെ.
ഇപ്പം ബ്രേക്ക് ഉണ്ടോ? എന്താ അവസ്ഥ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ? ഓക്കെ, ഇപ്പം ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ ആയോ? ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? എനിവൺ? ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. ക്ലിയർ. അപ്പൊ ബേസിക്കലി ഇത്രയേ ഉള്ളൂ അല്ലേ? ഇനീഷ്യൽ എമൗണ്ട് എത്രയായിരുന്നു? 1000 ആയിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് മൾട്ടിപ്പിൾ എമൗണ്ട് ലോൺ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് മൾട്ടിപ്പിൾ എമൗണ്ട് ലോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഒരു ഇനീഷ്യൽ എമൗണ്ടിൽ നിന്ന് മൾട്ടിപ്പിൾ എമൗണ്ട് ലോൺ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പവറിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്? ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പോയിന്റിൽ ലോൺ ക്രിയേറ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ദ ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ഫർദർ ലോൺസ് അല്ലേ? ആദ്യം നമുക്കൊരു ഡെപ്പോസിറ്റ് കിട്ടി. ആദ്യം കൊമേഴ്ഷ്യൽ ബാങ്കിന് ഒരു ഡെപ്പോസിറ്റ് കിട്ടി. അതിൽ നിന്ന് എന്ത് ചെയ്തു? ലോൺ ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഈ ലോൺ തന്നെ പിന്നെ എന്ത് ചെയ്യുന്നു? വേറൊരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് മാറുന്നു. ആ ഡെപ്പോസിറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ലോൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇനീഷ്യൽ എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? റിപ്പീറ്റഡ് ടൈംസ് നമ്മൾ എന്ത് ചെയ്യാണ്? ലോൺ ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം നമ്മൾ വിചാരിക്കും ക്രെഡിറ്റ് ക്രിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ്, ആർ ബി ഐൻ്റെ ആവോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? മണി ഫിസിക്കലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, ആർ ബി ഐ ആണ് ഫിസിക്കലി മണി ക്രിയേറ്റ് ചെയ്യുന്ന ആള്. പക്ഷെ ആ ഫിസിക്കൽ മണിയിൽ നിന്ന് അല്ലെ, ആ ഒരു ഫിസിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മണിയിൽ നിന്ന് മൾട്ടിപ്പിൾ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മണി ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത്? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനാണ് ഉള്ളത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ക്രെഡിറ്റ് ക്രിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട്. ആദ്യം നമ്മൾ ടോട്ടൽ ഡെപ്പോസിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും ഇനീഷ്യൽ ഡെപ്പോസിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ക്രെഡിറ്റ് ക്രിയേറ്റ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ടോട്ടൽ ഡെപ്പോസിറ്റ് കാണാനുള്ള ഇക്വേഷൻ 1/r ഇൻറ്റു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആണ്. ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മണി മൾട്ടിപ്ലയർ കേട്ടോ. 1/r. ആർ എന്ന് പറയുന്നത് റിസർവ് ആണ്. നമ്മൾ എത്ര പെർസെൻറ്റേജ് റിസർവ് ആക്കി വെക്കണം, ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ആർ എന്ന് വിളിക്കുന്നത്. ഇൻറ്റു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിരിക്കും ടോട്ടൽ ഡെപ്പോസിറ്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമുക്കറിയാം 1/0.2, കാരണം നമ്മൾ പറഞ്ഞു 0.2 ആണ് നമ്മൾ റിസർവ് ആക്കി വെക്കുന്നത്. അല്ലെങ്കിൽ മൊത്തം എമൗണ്ടിന്റെ 20% അല്ലേ നമ്മൾ റിസർവ് ആക്കി വെച്ചത്. ആദ്യം നമ്മൾ 20% എടുത്ത സമയത്ത് എന്ത് ചെയ്തു? 1000-ൽ നിന്ന് 800 രൂപ, 200 രൂപ എന്ത് ചെയ്തു? 20% ആയിട്ട് നമ്മൾ എടുത്തു വെച്ചു. ബാക്കിയുള്ള 800 രൂപയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്തു? 800 രൂപ ബാങ്ക് 2-ന് കിട്ടി കഴിഞ്ഞപ്പോഴും അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? ആ 800 രൂപയുടെ 20% ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ റിസർവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? 0.2 ആണ്, അല്ലെങ്കിൽ 20% അല്ലെ. അപ്പൊ 1/0.2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മൾട്ടിപ്ലയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പൊ 5 ഇൻറ്റു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ടോട്ടൽ എത്ര ഡെപ്പോസിറ്റ് വന്നാലേ ടോട്ടൽ എത്രത്തോളം ക്രെഡിറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. ഈ ടോട്ടൽ ഡെപ്പോസിറ്റിൽ നിന്നും ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള 1000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രയാണ് ഇനീഷ്യൽ എമൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ 4000 റുപ്പീസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു ഫോർമുല ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. ക്ലിയർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻസ് ഞാൻ റിപ്പീറ്റഡ്. സിംഗിൾ ഡെപ്പോസിറ്റ്. സിംഗിൾ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 1000 രൂപയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് ലോൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. ത്രൂ റിപ്പീറ്റഡ് ലെൻഡിങ് ആൻഡ് ഡെപ്പോസിറ്റ് പ്രോസസ് അല്ലെ. റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെൻഡിങ്ങിൽ നിന്നും ആ ലെൻഡിങ് പിന്നീട് ഡെപ്പോസിറ്റ് ആയിട്ടും ആ ഡെപ്പോസിറ്റ് വീണ്ടും ലെൻഡിങ്ങും ആയിട്ടാണ് ആക്ച്വലി എന്ത് സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ക്രെഡിറ്റ് ക്രിയേഷൻ നടന്നിട്ടുള്ളത്. ബാങ്ക് ഡു നോട്ട് ക്രിയേറ്റ് മണി ഫിസിക്കലി. ഒരിക്കലും ബാങ്ക് എന്ത് ചെയ്തിട്ടില്ല? കൊമേഴ്ഷ്യൽ ബാങ്ക് പുതിയൊരു മണി അടിച്ചിറക്കിയിട്ടില്ല. മറിച്ച് മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഓഫ് ക്രെഡിറ്റിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മണി സപ്ലൈ കൂട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു
കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഈ ഒരു പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫ്രേസ് ഡെമോൺസ്ട്രേഷൻ എഫക്ട് വാസ് കോയിൻഡ് ബൈ ആരാ? സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആണ്, സിമ്പിൾ. എല്ലാവരും ഇതിന് ആൻസർ പറഞ്ഞേ പറ്റൂ. ഇത്രയും നിങ്ങൾ വിചാരിക്കും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമെന്ന്, വരാറുണ്ട്. ഓക്കെ, ആൻസർ പറയൂ. കെയ്ൻസ് ആണോ? ആരൊക്കെയാണ് കെയ്ൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? കെയ്ൻസ് ആണോ? എ ആണ്, ഡ്യൂസംബറി ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കൺസംഷൻ തിയറീസിലേക്ക് നമ്മളൊന്ന് പോകണം അല്ലേ? എന്തൊക്കെയാണ് കൺസംഷൻ തിയറീസ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരൊക്കെയാണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് കൺസംഷൻ തിയറീസ് കൊണ്ടുവന്നിട്ടുള്ളത്? നിങ്ങൾക്ക് ഓർമ്മയുള്ള ഏതെങ്കിലും കൺസംഷൻ തിയറീസ് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ. ഏതെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ. ഡിഫറെന്റ് കൈൻഡ് ഓഫ് കൺസംഷൻ തിയറീസ് ഉണ്ട് നമുക്ക്. ഏതെങ്കിലും കൺസംഷൻ തിയറി ഓർമ്മ ഉണ്ടോ? ലൈഫ് സൈക്കിൾ ഉണ്ട്. യെസ്, വെരി ഗുഡ്. അബ്സല്യൂട്ട്, റിലേറ്റീവ് ഇൻകം, പെർമനന്റ് ഇൻകം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ കൺസംഷൻ തിയറീസ് വരുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? അതായത് ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ടുകൾ ഉണ്ട് അല്ലെ? സ്കൂൾ ഓഫ് തോട്ടുകൾ എങ്ങനെയാണ് വരുന്നത്? നമ്മളൊരു വേരിയബിൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇടയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്, ഇന്നത് ഇതായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. എന്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ഇങ്ങനെ ആയിരിക്കും ആ സംഭവം ഉണ്ടാവുക, ഞാൻ അതിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളോട് പറയാണ്. പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ഒപ്പീനിയൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ ഇക്കണോമിക് വേരിയബിൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇക്കണോമിയിൽ ഏതെങ്കിലും ഒരു എലമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ഇക്കണോമിക്സുകളുടെ ഇടയിൽ എന്തുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ടുകളുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് തോട്ടിൽ നിന്നും ഡിഫറെന്റ് ഒപ്പീനിയൻ നിന്നാണ് എന്തുണ്ടാവുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ടുകൾ ഇക്കണോമിക്സിൽ ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ കൺസംഷൻ തിയറീസ് എടുക്കുന്ന സമയത്ത് എല്ലാ ഇക്കണോമിക്സുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻകം ആയിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഇൻകം നോക്കിയിട്ടല്ലേ നമ്മൾ കൺസ്യൂം ചെയ്യാം. അപ്പൊ എല്ലാ ഇക്കണോമിക്സുകളും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻകം ആണ്. പക്ഷെ ഏത് ഇൻകം എന്നുള്ളതാണ് ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് ആയിട്ട് അവിടെ വരുന്നത്. അതായത് ചില എക്കണോമിക്സുകൾ പറയുന്നത്, ഇപ്പൊ കെയ്ൻസ് പറയുന്നത് നിങ്ങളുടെ കറണ്ട് ഇൻകം ആണ്, നിങ്ങളുടെ അബ്സല്യൂട്ട് കറണ്ട് ഇൻകം ആയിരിക്കും നിങ്ങളുടെ കൺസംഷൻ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഡ്യൂസംബറി പറയുന്നത് നിങ്ങളുടെ റിലേറ്റീവ് ഇൻകം ആയിരിക്കും. അതുപോലെ തന്നെ മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത് നിങ്ങളുടെ പെർമനന്റ് ഇൻകം ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മോദി ഗിലിയാനി അതുപോലെ തന്നെ ബ്രംബർഗ് ഒക്കെ പറയുന്നത് എന്തായിരിക്കും, നിങ്ങളുടെ ലൈഫ് ലൈം മൊത്തത്തിലുള്ള അല്ലെ ഒരു വേൾഡ് ലൈഫ് ടൈം ഉള്ള നിങ്ങളുടെ ഇൻകം ആയിരിക്കും നിങ്ങളുടെ കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഡിഫറെന്റ് ഇക്കണോമിക്സുകളുടെ ഇടയിൽ എന്തുണ്ട്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് തോട്ടുകൾ ഉണ്ട്. ഏത് ഇൻകം ആണ് നിങ്ങളുടെ കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെ? അങ്ങനെയാണ് നമ്മുടെ കൺസംഷൻ തിയറീസ് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്കറിയാം ഡ്യൂസംബറി അല്ലെ, ഡ്യൂസംബറി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മുടെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ? ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിൽ നമ്മൾ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്, ഡെമോൺസ്ട്രേഷൻ എഫക്ട് അല്ലെ? ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ടല്ലേ, നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നല്ലൊരു ബാഗ് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ലൊരു ചെരുപ്പിട്ട് വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അത് വാങ്ങാൻ തോന്നിയിട്ടില്ലേ? ചിലപ്പോൾ നമ്മുടെ അതിന്റെ പൈസ ഉണ്ടായിക്കോണമെന്നില്ല അല്ലെ, എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, അത് വാങ്ങാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരില്ലേ? ഇതാണ് ശരിക്കും എന്ത് പറയാ, ഡെമോൺസ്ട്രേഷൻ എഫക്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂസംബറിയുടെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിലൊക്കെ പറയുന്നത്. ഇത്രേ പറയുന്നുള്ളൂ. അതായത് നിങ്ങളുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻകം അല്ല, മറിച്ച് വേറൊരാളുടെ ഇൻകം ആണ്. കാരണം എന്താ, നിങ്ങളുടെ നെയ്ബർ ഒരു കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ. നമുക്കും അതേ കാറ് വേണം, എൻ്റെ പൈസ ഒന്നുമില്ല പക്ഷെ എനിക്ക് ആ കാറ് വേണം എന്ന് പറയുമ്പോൾ ആ കാറ് വാങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്താണ്, നിങ്ങളുടെ നെയ്ബറിന്റെ ഇൻകം അല്ലേ? നിങ്ങളുടെ നെയ്ബർ അത് വാങ്ങിയോണ്ടല്ലേ? അപ്പൊ നിങ്ങളുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻകം അല്ല, മറിച്ച് എന്തായിരിക്കും, നിങ്ങളുടെ നെയ്ബറിന്റെ ഇൻകം ആയിരിക്കും അല്ലെങ്കിൽ വേറൊരാളുടെ ഇൻകം ആയിരിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ക്ലിയർ? ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊരു എക്സ്പ്ലനേഷനിലേക്ക് പോവാം അല്ലെ? ഓക്കെ, ദ ഡെമോൺസ്ട്രേഷൻ എഫക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ജെയിംസ് ഡ്യൂസംബറി ഇൻ ഹിസ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്. ഇത്ര ആലോചിച്ചാൽ മതി, നിങ്ങളൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് നോക്കിയിട്ടല്ല നിങ്ങൾ വാങ്ങുന്നത്,
വേറൊരാൾ ആ സാധനം വാങ്ങിയിട്ടുണ്ട് എന്നത് കണ്ടിട്ട് എനിക്കത് വാങ്ങാനുള്ള ഒരു ആഗ്രഹം തോന്നാം. ദാറ്റ് ഇസ് കോൾഡ് ദി റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്. പീപ്പിൾ കൺസംഷൻ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി കൺസംഷൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് അതേഴ്സ്. അല്ലെ, വേറൊരാളുടെ കൺസംഷൻ സ്റ്റാൻഡേർഡ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. ദി ഇൻഡിവിജ്വൽസ് ടെൻ ടു ഇമിറ്റേറ്റ് ഓർ കീപ്പ് അപ്പ് വിത്ത് ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് സ്പെൻഡിങ് പാറ്റേൺ ഓഫ് ദി പീപ്പിൾ അറൌണ്ട് ദം. അതായത് വേറൊരാളുടെ കൂടെ തന്നെ എനിക്ക് പോകണം. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഒരു സാധനം വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ആ സാധനം വാങ്ങണം, അല്ലെങ്കിൽ എന്റെ നെയ്ബർ ഈ സാധനം വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ആ സാധനം വേണം. ബിക്കോസ് നമ്മളിപ്പം സ്കൂൾ ലെവലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ പാരന്റ്സിന്റെ കയ്യിലോ ഇൻകം ഉണ്ടോ എന്നുള്ളത് ആലോചിക്കാനുള്ള ഒരു സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്നു എന്റെ ഫ്രണ്ട് ആ ബാഗ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ ബാഗ് വേണം. ചിലപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന്റെ പുറത്ത് പാരന്റ്സിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവർ വാങ്ങിത്തരും. അപ്പൊ അന്നേരം നമുക്കത് തിങ്ക് ചെയ്യാനുള്ളൊരു എന്താ പറയാ ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ കൂടെ നമുക്ക് അങ്ങനെ തോന്നാറില്ലേ? അന്ന് നമ്മൾ കുഞ്ഞു കുട്ടികളാണ്, അപ്പൊ നമ്മൾ ചിലപ്പോൾ വാശി പിടിക്കിരിക്കും. പക്ഷെ ഇപ്പോഴാണെങ്കിൽ കൂടെ വേറൊരാളുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ ചിലർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ചിലരാണെങ്കിൽ വിചാരിക്കും ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് കുറച്ചൊക്കെ എന്താ പറയാ ഇങ്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കും അയാളെ പോലെ ആവാൻ പറ്റും. അപ്പൊ സെൽഫായിട്ട് നിൽക്കുന്നവരുണ്ടാവും. അപ്പൊ നമുക്കുള്ളൊരു മോട്ടിവേഷൻ ആണതല്ലേ ശരിക്കും റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം, വേറൊരാളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിൽ നമ്മുടെ ഡ്യൂസംബറി 2 കൈൻഡ് ഓഫ് എഫക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഒന്ന് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ആണ്, വേറൊരു കൈൻഡ് ഓഫ് എഫക്റ്റ് ഉണ്ട്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എനിവൺ? റാച്ചറ്റ് എഫക്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റാച്ചറ്റ് എഫക്ട് എന്താ? എനിവൺ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം, റാച്ചറ്റ് എഫക്ട് എന്താ? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറയാം, എന്താ റാച്ചറ്റ് എഫക്ട്? എനി ഐഡിയ? ഓക്കെ, ഞാൻ പറയാം. റാച്ചറ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഇൻകം കുറഞ്ഞാലും നമ്മൾ അതിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഭയങ്കര റിച്ചർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹൈലി കോസ്റ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. നമ്മൾ അവിടെ തന്നെ പോയിട്ടാണ് ഫുഡ് കഴിക്കാറ്, എല്ലാം നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് നമ്മുടെ ബിസിനസ് ഒക്കെ തകർന്നു, നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരാണ്. എങ്കിൽ കൂടെ സമൂഹത്തിൽ നമ്മളുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മൾ ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇൻകം ഇല്ലെങ്കിലും ആ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യാണ്, അത് വിട്ടു വരാനുള്ള നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയാ, റാച്ചറ്റ് എഫക്ട് എന്ന് പറയാം. ഇപ്പൊ ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. റാച്ചറ്റ് എഫക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ബിസിനസ് ഒക്കെ തകർന്ന് നമ്മുടെ ഇൻകം ഒക്കെ കുറയുന്ന സാഹചര്യത്തിലും ആ ഒരു സെയിം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെ നമ്മൾ കീപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ദി റാച്ചറ്റ് എഫക്ട്. അപ്പൊ റാച്ചറ്റ് എഫക്റ്റും ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും വിച്ച് റിലേറ്റഡ് ടു ഏതാണ്, നമ്മുടെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് ആണ്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിൽ എന്താണ് പറയുന്നത്, ഒരാളുടെ കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാളുടെ ഇൻകത്തിലല്ല, മറിച്ച് വേറൊരാളുടെ ഇൻകത്തിലായിരിക്കും. കാരണം എന്താണ്, വേറൊരാളുടെ കൺസംഷൻ പാറ്റേൺ നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് കംപ്ലീറ്റ്ലി നന്നായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ ഈ കാൽക്കുലേഷൻ ഒന്നും ആവശ്യം വരില്ല, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് സമയം തരാം. ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഞാനിവിടെ ഇട്ടില്ലേ, ജൂൺ 2024 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യനാ, PYQ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തു നോക്കണമെങ്കിൽ സമയം തരാം. സി പറയുന്നവരുണ്ട്, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കി നോക്കൂ, എന്തെങ്കിലും ഒരു ഐഡിയ ഇട്ടാണെങ്കിലോ. ഓക്കെ, ഇതിൽ MPസിന്റെ വാല്യൂ എത്ര ആയിരിക്കും? നമുക്ക് തന്നിട്ടുള്ള സേവിങ് ഫംഗ്ഷൻ ആണ് അല്ലേ, അങ്ങനെയാണ് MPസിന്റെ വാല്യൂ എത്ര ആയിരിക്കും? MPC സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കും, 0.7. വെരി ഗുഡ്. കാരണം MPS നമുക്ക് 0.2 തന്നിട്ടുണ്ട്, സേവിങ് ഫംഗ്ഷന്റെ സ്ലോപ്പാണ് MPS എന്ന് പറയുന്നത്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്, 1ൽ നിന്നും 0.3 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് നമ്മുടെ എന്ത് 0.7. ദാറ്റ് ഈസ് അവർ MPC അല്ലേ. ഓക്കെ, അപ്പൊ MPC നമുക്ക് കിട്ടിട്ടോ 0.7. ഓക്കെ, ഇതിന് കറക്റ്റ് ആൻസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് ആൻസർ വരുന്നുണ്ടാവുക D ആണ്.
സോ ഇത് കണ്ടുപിടിക്കാൻ ശരിക്കും നിങ്ങളുടെ ഈ കാൽക്കുലേഷന്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കെയ്ൻസിന്റെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് ഉണ്ടല്ലോ. അതായത് കെയ്ൻസ് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസിൽ ഒരാളുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാളുടെ കറണ്ട് ഇൻകം ആയിരിക്കും. ഞാൻ ഇന്ന് എത്ര ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എൻ്റെ കൺസംഷൻ ഉണ്ടാവുക. ഇന്ന് ഞാൻ പണിക്ക് പോയി എനിക്കൊരു 100 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 100 രൂപയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ കൺസംഷൻ ഉണ്ടാവുക. അപ്പോൾ ഒരാളുടെ കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? അയാളുടെ കറണ്ട് ഇൻകത്തിലായിരിക്കും. അതിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് കെനീഷ്യൻ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ അല്ലേ. അതായത് ഒരാളുടെ ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടും, പക്ഷെ ഇൻകം കൂടിയതിന്റെ അത്രയും പ്രൊപ്പോർഷനേറ്റിൽ എന്ത് ചെയ്യില്ല, കൺസംഷൻ കൂടില്ല. അപ്പൊ അദ്ദേഹം പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒരാളുടെ ബേസിക് ആയിട്ടുള്ള അസംഷൻസ് ഞാൻ പറഞ്ഞുതരാം അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിൽ. ഫസ്റ്റ് വൺ, ഒരാളുടെ കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാളുടെ അബ്സല്യൂട്ട് കറണ്ട് ഇൻകത്തിലായിരിക്കും. സെക്കൻഡ് വൺ, ഒരാളുടെ ഇൻകം കൂടുമ്പോൾ അയാളുടെ കൺസംഷൻ കൂടും. തേർഡ് വൺ, എം പി സിന്റെ വാല്യൂ 0-ന്റെയും 1-ന്റെയും ഇടയിലായിരിക്കും. ദ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഒരാളുടെ ഇൻകം കൂടുമ്പം അയാളുടെ എ പി സി കുറയും. എങ്ങനെയാണ്? ഒരാളുടെ ഇൻകം കൂടുമ്പോൾ അയാളുടെ ആവറേജ് കൺസംഷൻ കുറയുന്ന പറയാം. അതെങ്ങനെയായിരിക്കും ഇൻകം കൂടുമ്പോൾ ആവറേജ് കൺസംഷൻ കുറയാ? ഇനി ഐഡിയ. നിങ്ങളുടെ ഇൻകം ഒക്കെ കൂടുന്ന സമയത്ത് നിങ്ങളുടെ ആവറേജ് കൺസംഷൻ കുറയുന്ന പറയാം. കാരണം എന്താ? ഇനി ഐഡിയ ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ. നിങ്ങളുടെ ഇൻകം കൂടുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ആവറേജ് കൺസംഷൻ കുറയുക? അതായത് നിങ്ങളുടെ ഇൻകം കൂടുമ്പോൾ എ പി സി കുറയുന്നതാണ് കെയ്ൻസ് പറയുന്നത്. നിങ്ങൾക്ക് കുറേ ഇൻകം കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ യെസ്, വെരി ഗുഡ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ റിച്ചർ പീപ്പിളിനെ ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് റിച്ചർ പീപ്പിൾ അധികം ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്ന ഇൻകത്തിന് അവർ സേവ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. അപ്പം ആക്ച്വലി നിങ്ങളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ സേവിങ്സ് കൂടും, നിങ്ങളുടെ ആവറേജ് കൺസംഷൻ കുറയുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിൽ നാലാമത്തെ അസംഷൻസ് ആയിട്ട് പറയുന്നത് നിങ്ങളുടെ ഇൻകം കൂടുമ്പോൾ നിങ്ങളുടെ എ പി സി കുറയും. കാരണം റിച്ചർ പീപ്പിൾ അധികം എന്ത് ചെയ്യും, സേവ് ചെയ്യാൻ വേണ്ടി നോക്കും. അഞ്ചാമത്തെ അസംഷൻ അദ്ദേഹം പറയുന്നത് എ പി സിന്റെ വാല്യൂ വിൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ എം പി സി എന്നാ പറയുന്നത്. എന്തായിരിക്കും? എ പി സിന്റെ വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ നമുക്കറിയാം എം പി സിയും എ പി സി ഒക്കെ ആരാ പറയുന്നത്? ജെ എം കെയ്ൻസ് ആ പറയുന്നത്. ജെ എം കെയ്ൻസിന്റെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിലാണ് എം പി സിയും എ പി സിയും പറയുന്നത്. സോ ജെ എം കെയ്ൻസിന്റെ അഞ്ചാമത്തെ അസംഷൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ കാൽക്കുലേഷൻ കെയ്ൻസിന്റെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിൽ പറയുന്ന 5 അസംഷൻസ് ആണ്. ഒന്ന് എന്താണ് പറയുന്നത്? നിങ്ങളുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ അബ്സല്യൂട്ട് കറണ്ട് ഇൻകത്തിലായിരിക്കും. സെക്കൻഡ് അസംഷൻ, നിങ്ങളുടെ ഇൻകം കൂടുമ്പോൾ നിങ്ങളുടെ കൺസംഷൻ കൂടും. തേർഡ് അസംഷൻ, നിങ്ങളുടെ എം പി സിന്റെ വാല്യൂ എപ്പോഴും 0-ന്റെയും 1-ന്റെയും ഇടയിലായിരിക്കും. ദ ഫോർത്ത് അസംഷൻ, നിങ്ങളുടെ ഇൻകം കൂടുമ്പോൾ നിങ്ങളുടെ എ പി സി കുറയും. കാരണം റിച്ചർ പീപ്പിൾ വിൽ സേവ് മോർ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കെയ്ൻസ് പറയുന്നത്. ഫിഫ്ത്ത് അസംഷൻ ആയിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ എ പി സിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? എം പി സിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം? സിമ്പിൾ ആണ്. കാരണം എന്താണ്? ഇവിടെ നമ്മൾക്ക് എന്ത് കിട്ടി? സേവിങ് ഫംഗ്ഷൻ കിട്ടി അല്ലേ? സേവിങ് ഫംഗ്ഷനിൽ നമുക്ക് എന്തുണ്ട്? -5നെ നമുക്ക് ഓട്ടോണമസ് സേവിംഗ് എന്ന് വിളിക്കാം. 0.3നെ നമുക്ക് എന്ത് വിളിക്കാം? എം പി എസ് എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ എം പി എസ് നമുക്ക് 0.3 കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്റെ കയ്യിൽ പാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ജെർക്കിങ് ഹാപ്പൻ ആവുന്നത് കേട്ടോ. ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ എന്ത് ചെയ്യാ, സഹിക്കാം. ഓക്കെ. അപ്പൊ 1 - 0.3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എം പി സിയുടെ വാല്യൂ കിട്ടും. 0.7 നമുക്ക് എന്ത് കിട്ടി? എം പി സിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പി സി ആണ് അല്ലെ. അപ്പൊ എ പി സിന്റെ ഇക്വേഷൻ എന്താണ്? സി ബൈ എന്താണ്? വൈ ആണ് എന്ത്? നമ്മുടെ എ പി സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് കൺസംഷൻ അല്ലെ. ഇപ്പൊ നമുക്കറിയാം ടോട്ടൽ ഇൻകത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ടോട്ടൽ ഇൻകത്തിനെ ആയിട്ടും സേവിംഗ് ആയിട്ടും ഡിവൈഡ് ചെയ്ത് സി പ്ലസ് എസ് ആയിട്ടാണ് ടോട്ടൽ ഇൻകത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്? കെയ്ൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സേവിംഗ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ കൺസംഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ. കാരണം എന്ത് ചെയ്താൽ മതി? ഈ വൈയിൽ നിന്നും എന്ത് ചെയ്താൽ മതി? ഈ ഒരു സേവിംഗ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ള കൺസംഷൻ ഫംഗ്ഷൻ കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ കൺസംഷൻ ഫംഗ്ഷൻ എങ്ങനെയാ വരാ? വൈ മൈനസ് എസ് എന്താ? -5 അല്ലെ. -5 3. ഇനി നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കൊടുക്കും. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് മൈനസ് ഉള്ളത് പ്ലസ് ആവും, അതുപോലെ തന്നെ പ്ലസ് ഉള്ളത് മൈനസ് ആവും കേട്ടോ. 5 ആവും കേട്ടോ. വൈ പ്ലസ് 0.3 എന്താവും? -0.3 ആവും കേട്ടോ. ഇവിടെ ഒരു വൈ ഓക്കെ.
മൈനസ് 0.3 ആവും കേട്ടോ. വൈയിൽ നിന്നും 0.3y കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതായത് ഇത് ഒരു y ആണ് അല്ലെ. ഇവിടെ നമ്മൾ y എന്ന് വെറുതെ ഇട്ട് കഴിഞ്ഞാലും എന്താണ് അതിന്റെ അർത്ഥം? ഒരു y എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. y നമ്മൾ വെറുതെ ഇട്ടാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒരു y. ഓക്കെ, ഈ ഒരു yയിൽ നിന്നും 0.3y കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 0.7 കിട്ടില്ലേ? 0.7 കിട്ടും. ബാക്കി എന്തുണ്ട്? നമ്മുടെ 0.7 പ്ലസ് 5 അതുപോലെ ഉണ്ട്. 1ൽ നിന്നും 0.3 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പ്ലസ് 0.7 ആയിരിക്കും. ദിസ് ഈസ് അവർ കൺസംഷൻ ഫംഗ്ഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് കിട്ടിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദിസ് ഈസ് അവർ കൺസംഷൻ ഫംഗ്ഷൻ. എനി ഡൗട്ട്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പോഴും ബ്രേക്ക് ഉണ്ടോ? ഇപ്പൊ എന്താ അവസ്ഥ? ബ്രേക്ക് ഉണ്ടോ? ഇടക്ക് ബ്രേക്ക് ആവുന്നില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറഞ്ഞു. റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ ആണോ? ഞാനില്ലേ ജസ്റ്റ് ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത്രയും നമുക്ക് ട്രബിൾ കുറയ്ക്കാൻ പറ്റും. ക്യാമറ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പൊ വോയിസ് ഓക്കെ ആണോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? എങ്ങനെയാണ് നമുക്ക് കൺസംഷൻ ഫംഗ്ഷൻ കിട്ടിയത്, എം പി സി കിട്ടിയെന്നൊക്കെ ഓക്കെ ആണോ? എം പി സി കിട്ടാൻ സിമ്പിളാണ്. കാരണം എം പി എസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. 1ൽ നിന്ന് എം പി എസ് കുറച്ച് കഴിഞ്ഞാൽ എം പി സി കിട്ടും. ഇനി കൺസംഷൻ ഫംഗ്ഷൻ എങ്ങനെ കിട്ടിയെന്ന് ഇനി ഡൗട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഒന്നുമില്ല, y ഈസിക്കൽ ടു സി പ്ലസ് എസ് എന്നാണ് ആര് പറഞ്ഞത്? ജെ എം കെയ്ൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നും സി കിട്ടാൻ നമുക്ക് സിമ്പിൾ ആണ്. വൈയിൽ നിന്ന് എസ് മൈനസ് ചെയ്താൽ മതി. വൈയിൽ നിന്ന് എസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് സി ഈസിക്കൽ ടു 5 പ്ലസ് 0.7 ആയിരിക്കും. 0.7 y ആയിരിക്കും കേട്ടോ. ഇത് ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണ്. ഇനി കൺസംഷൻ ഫംഗ്ഷൻ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് കാണണം? എ പി സി കാണല്ലേ. എ പി സി ആണെങ്കിൽ സി ബൈ വൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? സി ബൈ വൈ ചെയ്ത് കഴിഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 0.7 വൈനെ നമ്മൾ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുള്ള വൈ പോകും കേട്ടോ. അവസാനം എന്താവും നമുക്ക് കിട്ടുന്നുണ്ടാവുക? 0.7 ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയേക്കാം, എ പി സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 5 ബൈ വൈ പ്ലസ് 0.7 എന്ന് കിട്ടി. ദിസ് വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0.7 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എ പി സി ഈസ് ഗ്രേറ്റർ ദാൻ എം പി സി എന്ന് പറയാം. ഈ വാല്യൂ എന്തായാലും നമ്മുടെ 0.7നേക്കാൾ കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ പി സി ഈസ് ഗ്രേറ്റർ ദാൻ എന്ത് പറയാം? എം പി സി എന്ന് പറയാം. എ പി സി ഈസ് ഗ്രേറ്റർ ദാൻ എം പി സി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെയ്ൻസിന്റെ ഒരു അസംഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇത്രയും കാൽക്കുലേഷന്റെ ആവശ്യം വരില്ല. ഓക്കെ, ക്ലിയർ? ഇത് പറഞ്ഞത് ഓക്കെ ആണോ? ഇനി റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ ആണെന്ന് പറയോ? ഓക്കെ ആണ്. ബാക്കി എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, അത് ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യാം? ഇതിപ്പോ എന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട. സോ ദിസ് ഇസ് അവർ ആൻസർ. ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള എന്താ? ഇതിന്റെ ആൻസർ എപ്പോഴും എ പി സി ഈസ് ഗ്രേറ്റർ ദാൻ എം പി എസ് ആയിരിക്കും, എം പി സി ആയിരിക്കും. കെയ്ൻസിന്റെ അസംഷൻ പ്രകാരം ഈ ഒരു അസംഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കെയ്ൻസിന്റെ എന്താണ് അസംഷൻ പ്രകാരം നമ്മുടെ കയ്യിൽ കൺസംഷൻ കിട്ടി. ഒരു കോളത്തിൽ നമ്മൾ കൺസംഷൻ മാർക്ക് ചെയ്യുന്നു, വേറൊരു കോളത്തിൽ നമ്മൾ എ പി സി മാർക്ക് ചെയ്യുന്നു, വേറൊരു കോളത്തിൽ നമ്മൾ എം പി സി മാർക്ക് ചെയ്യുന്നു. നമ്മൾ കറസ്പോണ്ടിങ് എ പി സിയും എം പി സിയും ചെയ്യുന്ന സമയത്ത് ആ ടേബിൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എ പി സിന്റെ വാല്യൂ എപ്പോഴും എം പി സിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് മനസ്സിലാവും. അത് ജസ്റ്റ് ടേബിൾ വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ ബേസിക്കലി ഇവിടെ മനസ്സിലാക്കിയ കെയ്ൻസിന്റെ അസംഷൻ അറിയെങ്കിൽ എല്ലാ കാൽക്കുലേഷനും എളുപ്പമാണ്. എം പി സി ഇസ് ഗ്രേറ്റർ ദാൻ എന്താണ്? എം പി. എ പി സി ഇസ് ഗ്രേറ്റർ ദാൻ എം പി സി ആയിരിക്കും. നമുക്ക് കിട്ടിയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. സോ 0.3 ആണ് നമ്മുടെ എം പി എസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും എന്നുള്ളത് നമുക്കറിയാം. സോ 1ൽ നിന്ന് എന്ത് ചെയ്യാണ്? 0.3 മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.7 ആണ് നമ്മുടെ കൺസംഷൻ, സോറി എം പി സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എ പി സി കാണണം. എ പി സി കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ കൺസംഷൻ ഫംഗ്ഷൻ ഇല്ലാതെ നമുക്ക് എ പി സി കാണാൻ പറ്റില്ല. അപ്പൊ കൺസംഷൻ ഫംഗ്ഷൻ കാണാൻ സിമ്പിൾ ആണ്. കാരണം എന്താണ്? വൈ മൈനസ് സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസംഷൻ ഫംഗ്ഷൻ കിട്ടും. വൈ നമ്മൾ ഇവിടെ കൊടുത്തു, കൺസംഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്തു?
5 പ്ലസ് 0.3y നമ്മൾ ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് പരസ്പരം ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് അവസാനം കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് 5 പ്ലസ് 0.7y എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഈ കൺസംഷൻ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു, y കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 5 ഡിവൈഡ് ബൈ y പ്ലസ് 0.7 അല്ലേ. കാരണം എന്താണ്, ഈ വൈയും ഈ വൈയും വെട്ടിപ്പോവും, അപ്പം 0.7 നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് അറിയാം അല്ലെ എന്താണ്, എ പി സി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, 0.7 ആയിരിക്കും. എം പി സിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും എ പി സി എന്നുള്ളത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഇതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് മനസ്സിലായി. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ദെൻ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഓക്കെ ആണെന്നുണ്ടോ കേട്ടോ. ഓക്കെ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ ഞാനത് റിപ്പീറ്റ് ചെയ്യും കേട്ടോ. ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓർ ജി ഡി പി ഇസ് ഡിഫൈൻഡ് അസ്. ഇതിൽ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ജി ഡി പി കാണുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരാം? ജൂൺ 2024 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ഇതിൽ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം അതൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. ഈ അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം എന്താന്നുള്ളത് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യത ഉണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാം. എനി ഐഡിയ? ജസ്റ്റ് റാൻഡംലി നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആൻസർ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടേ. സി ആയിരിക്കും, എ പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്, ഒരാൾ ബിയും ഒരാൾ ഡിയും പറയുകയാണെങ്കിൽ ഓക്കെ. എ ബി. ഓക്കെ, എ ബി സി. ഓക്കെ, സോ നമുക്ക് നോക്കാം അല്ലെ. ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു ടേമിൽ കൺഫ്യൂഷൻ വരാം. എന്താണ് ഈ അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം എന്നുള്ളത്? സോ അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേമാണ്. ടോട്ടൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് പറയാം, അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയാം. ഇപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് അല്ലേ, അതായത് പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുക. ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, അതിന് റിവാർഡ്സ് ഉണ്ട് അല്ലെ. അങ്ങനെ ടോട്ടൽ റിവാർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയുന്നത്. ഈ അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, ഒന്നല്ല രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് എപ്പോഴും എന്തായിരിക്കും, ഫാക്ടർ കോസ്റ്റ് ആയിരിക്കും. എന്തായിരിക്കും, ഇതെപ്പോഴും എന്തായിരിക്കും, ഫാക്ടർ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് എപ്പോഴും എന്തായിരിക്കും, എൻ ഡി പി ആയിരിക്കും, വിച്ച് മീൻസ് നെറ്റ് ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നതിന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയുന്നത് സിമ്പിൾ ടേം ആണ്, ഒന്നുമില്ല. നമ്മൾ ഇക്കോണമി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് എടുക്കുന്ന സമയത്ത് ടോട്ടൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന ഇൻകത്തിനെ സം ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം. അപ്പൊ നമുക്ക് ലാൻഡിന് എന്ത് കിട്ടാറുണ്ട്, റെന്റ് കിട്ടാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ലേബറിന് വേജ് ഒരു സാലറി കിട്ടാറുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റും ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം. ഈ അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക ഫാക്ടർ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. മാത്രമല്ല അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം എപ്പോഴും എന്തായിരിക്കും, എൻ ഡി പി ബേസ്ഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്നാൽ ഇവിടെ ജി ഡി പി എന്ന് പറയുന്നതിന് രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് എപ്പോഴും മാർക്കറ്റ് പ്രൈസിലായിരിക്കും. ജി ഡി പി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, മാർക്കറ്റ് പ്രൈസിലായിരിക്കും. രണ്ടാമത്തെ എന്തായിരിക്കും, ജി ഡി പി ആണല്ലേ, നെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ജി ഡി പി എപ്പോഴും എന്താണ്, ഗ്രോസ് ബേസിലാണ് നമ്മൾ പറയാം, നെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ നമുക്ക് കാണേണ്ട എന്താണ്, അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകത്തിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ജി ഡി പിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം നമുക്ക് കാണേണ്ട എന്താ, ജി ഡി പി ആ. അപ്പൊ ഈ അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ജി ഡി പിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഈ ഒരു ഫാക്ടർ കോസ്റ്റിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് പ്രൈസിലേക്ക് മാറണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഫാക്ടർ കോസ്റ്റിനെ നമ്മൾ മാർക്കറ്റ് പ്രൈസിലേക്ക് മാറ്റണമെങ്കിൽ എന്താ ചെയ്യാം?
ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഈ ഒരു ഏരിയ ഇനി ഐഡിയ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫ്രം ദ ബേസ് ഞാൻ പറഞ്ഞുതരാം. ഫാക്ടർ കോസ്റ്റിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് പ്രൈസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ എന്തോ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ആ സാധനം എന്താണെന്ന് ഓർമ്മ ഉണ്ടോ? ഇനി ഐഡിയ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി ഐഡിയ ഫാക്ടർ കോസ്റ്റിൽ നിന്ന് മാർക്കറ്റ് പ്രൈസിലേക്ക് മാറ്റണമെങ്കിൽ നമ്മളൊരു സാധനം മൈനസ് ചെയ്യാണ് ചെയ്യാറ്. ആ ഫാക്ടർ എന്താണെന്ന് ഓർമ്മ ഉണ്ടോ? ഇനി ഐഡിയ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടോ, അങ്ങനെയാണെങ്കിൽ പോവാം. എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ. നെറ്റ് ഫാക്ടർ ഇൻകം അബ്രോഡ് വരുന്നത് ശരിക്കും നമുക്ക് ഏതിലാണ് വരിക? നെറ്റിലല്ല വരിക. നമ്മൾ GNPയും GDPയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്, നാഷണൽ ഇൻകം ഡൊമസ്റ്റിക് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് ഫാക്ടർ ഇൻകത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് ആക്ച്വലി വേണ്ടത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓർമ്മ ഉണ്ടോ? ഫാക്ടർ കോസ്റ്റിൽ നിന്ന് മാർക്കറ്റ് പ്രൈസിലേക്ക് മാറണമെങ്കിൽ ഫാക്ടർ കോസ്റ്റ് GDPയിൽ നിന്ന് നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. യെസ്, വെരി ഗുഡ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ എന്ത് ചെയ്യാണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യുകയും സബ്സിഡി മൈനസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് എങ്ങോട്ട് പോവാം? മാർക്കറ്റ് പ്രൈസിലേക്ക് പോവാം. എങ്ങനെ? ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യുകയും സബ്സിഡി മൈനസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് എങ്ങോട്ട് പോവാം? നമുക്ക് MP യിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് നോക്കാം, ഈ ഓപ്ഷൻസിൽ ഒന്നും തന്നെ എന്തില്ല? സബ്സിഡി ഇല്ല. അപ്പൊ നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി? ഇൻഡയറക്റ്റ് ടാക്സ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഏതിലൊക്കെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യാൻ വന്നിട്ടുള്ളത്? ഓപ്ഷൻ എയും ബിയിലും ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്, ഇവിടെയും ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്താണ്? നമുക്ക് എന്ത് ചെയ്യണം? NDP എന്ത് ചെയ്യണം? GDP ആക്കണ്ടേ? NDP GDP ആക്കണേ നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ? ഈ നെറ്റും ഗ്രോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? NDP GDP ആക്കണേ നമുക്ക് എന്താ ആഡ് ചെയ്ത് കൊടുത്താൽ മതി? NDP GDP ആക്കണേ ടാക്സ് ആണോ വരിക? ഡിപ്രിസിയേഷൻ. വെരി ഗുഡ്. അതായത് നെറ്റും ഗ്രോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഡിപ്രിസിയേഷൻ ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാണ്? നമുക്കറിയാം അഗ്രിഗേറ്റഡ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയുമ്പോൾ ഫാക്ടർ കോസ്റ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുക. മാത്രമല്ല അതൊരു നെറ്റ് ആയിരിക്കില്ല, അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി GDP എന്ന് പറയുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും എന്നാലും മാർക്കറ്റ് പ്രൈസും ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യുന്നു, സബ്സിഡി മൈനസ് ചെയ്യുന്നു. ഇവിടെ എവിടെയും സബ്സിഡി പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് പോകുന്നു. അപ്പൊ ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷനിലും കാണാം, ഈ ഒരു ഓപ്ഷനിലും കാണാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നെറ്റിൽ നിന്നും ഗ്രോസിലേക്ക് മാറ്റണം. നെറ്റിൽ നിന്നും ഗ്രോസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യണം. ഇനി ഗ്രോസിൽ നിന്ന് നെറ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നെറ്റിൽ നിന്നും ഗ്രോസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനിൽ എന്ത് ചെയ്യാണ്? ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. എന്നാൽ നമുക്ക് വേണ്ട എന്താണ്? ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ GDP കാണാൻ എന്താണ് നമ്മൾ കാണേണ്ടത്? അഗ്രിഗേറ്റഡ് ഡൊമസ്റ്റിക് ഇൻകത്തിന്റെ കൂടെ എന്ത് ചെയ്യാണ്? അഗ്രിഗേറ്റഡ് ഡൊമസ്റ്റിക് ഇൻകം എപ്പോഴും ഫാക്ടർ കോസ്റ്റിലായിരിക്കും, മാത്രമല്ല നെറ്റ് ബേസിക് ആയിരിക്കും. അപ്പൊ ഫാക്ടർ കോസ്റ്റിന് നമ്മൾ മാർക്കറ്റ് പ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ നെറ്റിൽ നിന്നും ഗ്രോസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നെറ്റിന്റെ കൂടെ ഡിപ്രിസിയേഷനും ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? GDP കിട്ടി. ക്ലിയർ ആണോ? ഇതിന് ഞാൻ ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടോ. ഓക്കെ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലനേഷനും കൂടെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. അപ്പൊ എന്താണ് അഗ്രിഗേറ്റഡ് ഡൊമസ്റ്റിക് ഇൻകം നോക്കാം അല്ലെ? അഗ്രിഗേറ്റഡ് ഡൊമസ്റ്റിക് ഇൻകം ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ദി ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ? ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ദി ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഏൺ ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? അഗ്രിഗേറ്റഡ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയാം. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയുണ്ട്? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട് അല്ലെ? ഇത്രയും ആളുകൾ എന്ത് ചെയ്യാണ്? ഏൺ ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? അഗ്രിഗേറ്റഡ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് വിളിക്കാം. അപ്പൊ ഈ ഒരു അഗ്രിഗേറ്റഡ് ഡൊമസ്റ്റിക് ഇൻകം ഫാക്ടർ കോസ്റ്റിലാണെന്നും നെറ്റ് ബേസിക് ആണെന്നുള്ളത് അറിയാണ്ട് നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസറിലേക്ക് പോകാൻ പറ്റില്ല അല്ലെ? അപ്പൊ എന്താണ്? ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിൽ ടോട്ടൽ ഇൻകം ഏൺ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏൺ ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തിന് നമുക്ക് എന്ത് വിളിക്കാം? നമ്മുടെ അഗ്രിഗേറ്റഡ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് വിളിക്കാം.
ഫസ്റ്റത്തെ ഇതെന്താ ഫീച്ചർ എന്താ? സോ ഇതിന്റെ നമ്മുടെ കാൽക്കുലേഷൻ ഫോർമുല കൊടുത്തിട്ടുണ്ടല്ലേ, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. റെന്റ് ആണെങ്കിൽ ലാൻഡ് വരും, വേജസ് ആണെങ്കിൽ ലേബർ വരും, ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആര് വരും? ക്യാപിറ്റൽ വരും, പ്രോഫിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് വരും അല്ലെ, എന്റർപ്രൈനർ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അപ്പൊ ഇതിന്റെ ബേസിക് ഫീച്ചർ എന്താണ്? ഫസ്റ്റത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇത് എപ്പോഴും എന്തായിരിക്കും? ഫാക്ടർ കോസ്റ്റിലായിരിക്കും. മാത്രമല്ല നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നാണ് നമ്മൾ എന്തിനെ വിളിക്കാം? ADI വിളിക്കുന്നുണ്ടാവുക. അതായത് നമ്മുടെ അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം എപ്പോഴും എന്തായിരിക്കും? നെറ്റ് ബേസിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അഗ്രിഗേറ്റ് ഡൊമസ്റ്റിക് ഇൻകം ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഏതാ കാണേണ്ടത്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് കാണേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ഇൻഡയറക്ട് ടാക്സ് കൂട്ടുകയും സബ്സിഡി ഇല്ല, സബ്സിഡി ഉണ്ടെങ്കിൽ തന്നെ സബ്സിഡി മൈനസ് ചെയ്യുകയും പ്ലസ് ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ GDP അറ്റ് ഫാക്ടർ കോസ്റ്റും GDP അറ്റ് മാർക്കറ്റ് പ്രൈസും? തേർഡിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഒന്ന് മാർക്കറ്റ് പ്രൈസിലും ഒന്ന് ഫാക്ടർ കോസ്റ്റിലും. അപ്പൊ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ദ വാല്യൂ ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് പ്രൈസസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി കൺസ്യൂമർ ഇൻക്ലൂഡിംഗ് ടാക്സസ് ആൻഡ് എക്സ്ക്ലൂഡിംഗ് സബ്സിഡി. അപ്പൊ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു കൺസ്യൂമർ പേ ചെയ്യുന്ന പ്രൈസ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എന്ത് പറയാം? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം ആ ഒരു പ്രൊഡ്യൂസർ ഒരു സാധനം ഉണ്ടാക്കി. ഈ സാധനം ആ പ്രൊഡ്യൂസർ വിൽക്കുന്നത് എന്തിന്റെ ബേസിലായിരിക്കും? ആ പ്രൊഡ്യൂസറിന് ടാക്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് ആഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ആ പ്രൊഡ്യൂസറിന് സബ്സിഡി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സിഡിന്റെ എമൗണ്ട് കുറച്ചിട്ടുള്ള പ്രൈസിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ആ പ്രൊഡ്യൂസർ വിൽക്കുന്നുണ്ടാവുക. അപ്പൊ ആക്ച്വലി ഒരു കൺസ്യൂമർ പേ ചെയ്യുന്ന ആ ഒരു പ്രൈസിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. മാർക്കറ്റ് പ്രൈസ് അറ്റ് എന്താണ്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് വരുന്ന ഇൻഡയറക്ട് ടാക്സുകൾ അല്ലെ, ഇപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സുകൾ ഉണ്ടാവില്ലേ, GDP ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്തിട്ടും അതുപോലെ തന്നെ പ്രൊഡ്യൂസറിന് ഒരു സബ്സിഡി ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാണ്? കുറച്ചിട്ടുള്ള എമൗണ്ടിലായിരിക്കും ആ പ്രൊഡ്യൂസർ വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആക്ച്വലി ഒരു കൺസ്യൂമർ മുടക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. എന്നാൽ ഫാക്ടർ കോസ്റ്റ് എന്താണ്? ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗുഡ് വിറ്റ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ത് ചെയ്യും? ഈ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഈ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാം. ശരിക്കും മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമർ കൊടുക്കുന്ന പ്രൈസ് ആണ് അല്ലെ. ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പം കൺസ്യൂമർക്ക് വിറ്റിട്ട് ആ ഒരു എമൗണ്ട് കിട്ടിയിട്ട് ആ പ്രൊഡ്യൂസർ എന്താ ചെയ്യുന്നത്? ആ ഒരു എമൗണ്ട് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അല്ലെ. ആരൊക്കെയാണോ പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എന്ത് പറയാ? ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാം. ദ ആക്ച്വൽ ഇൻകം റിസീവ്ഡ് ബൈ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ആക്ച്വലി എത്രയാണോ റിസീവ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ അവർ വേജ് റിസീവ് ചെയ്തിട്ടുണ്ടാവും, റെന്റ് റിസീവ് ചെയ്തിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എന്നത്. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നാഷണൽ ഇൻകം മറ്റ് മാർക്കറ്റ് പ്രൈസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നാഷണൽ ഇൻകം മറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്യുകയും സബ്സിഡി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുകയും ചെയ്യണം. ഈ ഇൻഡയറക്ട് ടാക്സും സബ്സിഡിയും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് വരാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങളൊരു സാധനം വിൽക്കുന്ന സമയത്ത് ശരിക്കും ഒരു കൺസ്യൂമർ ചെലവാക്കുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എത്ര രൂപ കൊടുത്തിട്ടാണ് ആ സാധനം വാങ്ങുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും? ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്തിട്ടുള്ളതും സബ്സിഡി മൈനസ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടിലായിരിക്കും ആ ഒരു കൺസ്യൂമർ ആ ഒരു ഗുഡ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അപ്പം ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുപോലെ തന്നെ നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MP എന്ത് കിട്ടും? നാഷണൽ ഇൻകം അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും അല്ലെ. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? നമ്മുടെ നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണിക്കും നമ്മൾ എന്ത് ചെയ്യും? ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്യുകയും സബ്സിഡി ആഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണാൻ പറ്റുക. എന്തിന്റെ കൂടെ? നാഷണൽ ഇൻകം അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്യുകയും സബ്സിഡി ആഡ് ചെയ്യുകയും ചെയ്യാം. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? ഇങ്ങനെയും ചോദിക്കാം. നമ്മുടെ നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ത് ചെയ്യാണ്? അതിൽ നിന്നും നമ്മുടെ ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും.
വിത്ത് മീൻ ഇൻഡയറക്ട് ടാക്സ് ആൻഡ് ദി സബ്സിഡി എന്നും കൂടെ ഉള്ളത് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും ഭാഗം ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ആർക്കെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലാവാത്ത ഇഷ്യൂ ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആയോ? അപ്പൊ ഞാൻ അത്രയും അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെറ്റിന് ബ്രേക്ക് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തോളി. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് വൺസ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വേഗം ചൂസ് ചെയ്തോളി. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് വേണ്ടത്. ജൂൺ 2024 ഷിഫ്റ്റ് 1ത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് വൺസ്. ഓപ്ഷൻ എ എന്താണ്? അക്കോർഡിംഗ് ടു ദി ആക്സിലറേറ്റർ മോഡൽ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ദ ചേഞ്ച് ഇൻ ദി GNP. Second, the real rate in the nominal rate of interest plus the inflation. The higher real interest rate, the higher the rental cost of capital. Investment is a stock concept. Rate of interest is a flow concept. ഏതൊക്കെയായിരിക്കും കറക്റ്റ് ആൻസേഴ്സ്? സി വന്നു. സി 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 3 പേരും സി. ഓക്കെ ഓക്കെ, സി ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്കൊന്ന് പഠിച്ചു നോക്കാം അല്ലെ. ഫസ്റ്റത്തെ ഓപ്ഷൻ പറയുന്നത് ആക്സിലറേറ്റർ മോഡലിനെ കുറിച്ചിട്ടാണ്. ആരാണ് ഈ ആക്സിലറേറ്റർ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഇനി ഐഡിയ? ആക്സിലറേറ്റർ മോഡൽ ഇസ് എ ഓപ്പോസിറ്റ് ഓഫ് വാട്ട്? എന്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ആക്സിലറേറ്റർ മോഡൽ? ആര് കൊണ്ടുവന്നു? എന്തിന്റെ ഓപ്പോസിറ്റ് ആണ് ആക്സിലറേറ്റർ? ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാ. ഇനി ഐഡിയ? മൾട്ടിപ്ലയർ. വെരി ഗുഡ്. മൾട്ടിപ്ലയറിന്റെ ഓപ്പോസിറ്റ് ആണ് ആക്സിലറേറ്റർ അല്ലേ? അതിനാണ് ആക്സിലറേറ്റർ മോഡൽ കൊണ്ടുവന്നിട്ടുള്ള ആരാ? കെയ്ൻസ്. മൾട്ടിപ്ലയർ കൊണ്ടുവന്നുള്ള കെയ്ൻസ് ആണ്. അപ്പൊ എന്തായാലും ആക്സിലറേറ്ററിൽ കെയ്ൻസ് ആവില്ല. മൾട്ടിപ്ലയറിന്റെ ഓപ്പോസിറ്റ് ആണ് ആക്സിലറേറ്റർ. അപ്പൊ ആരായിരിക്കും ആക്സിലറേറ്റർ കൊണ്ടുവരാം? JB ക്ലാർക്ക് ആണ് എന്ത് ചെയ്യുന്നത്? ആക്സിലറേറ്റർ മോഡൽ കൊണ്ടുവരുന്നത്. സോ ഞാനൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് എടുത്തിട്ട് ഇത് തമ്മിലൊരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ദ ഫസ്റ്റ് വൺ ഈസ് മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? നമ്മൾ കെ വെച്ചിട്ടാ പറയാം. കെ ഇസ് ഇക്വൽ ടു മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ ബേസ് ആണ്. ബേസ് ആണ്. ഇത് അറിഞ്ഞില്ലേ മോശ. മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ കെ ഇസ് ഇക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. ഓക്കെ, കെ ഇസ് ഇക്വൽ ടു 1 മൈനസ് MPC. 1 ഡിവൈഡ് ബൈ 1 മൈനസ് MPC. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രയേ ഉള്ളൂ. കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ കെയ്ൻസ് പറയുന്നത് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്ലയർ ആക്ച്വലി എന്താണ്? ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. മൾട്ടിപ്ലയർ എന്താ പറയുന്നത്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ആണ്. എന്ന് വെച്ചാൽ എന്താ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട കേട്ടോ, പേനില്ലാത്തോണ്ടാ. ഓക്കെ, എന്താണ് മൾട്ടിപ്ലയറിൽ ജെയിം കെയ്ൻസ് പറയുന്നത്? ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എനിമോൺ? Change in income due to change in investment. ചേഞ്ച് ഇൻ ഇൻകം ഡ്യൂ ടു ചേഞ്ച് ഇൻ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. ശരിക്കും മൾട്ടിപ്ലയറിൽ ചേഞ്ച് ഇൻ എന്താണ് അധികം? ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ, ചേഞ്ച് ഇൻ ഇൻകം ഡ്യൂ ടു ചേഞ്ച് ഇൻ ദി ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ മൾട്ടിപ്ലയറിന്റെ വാല്യൂ 5 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താ? എനിക്ക് മൾട്ടിപ്ലയറിന്റെ വാല്യൂ 5 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ അല്ല പറയുന്നത്. മൾട്ടിപ്ലയർ ഇത്രോളൂ മക്കളെ. If there is a, any increment, if there is a, any increment in the value of the investment, that means the value of the investment will be 5. If there is a increment in the value of the investment, that means the value of the investment will be 5.
increment in the initial investment that will make the multiple expansion of the income generation. അതായത് നമ്മൾ ഇക്കണോമിയിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താണെങ്കിൽ നമ്മളൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താണെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ എമൗണ്ട് ഇൻകം ജനറേഷൻ ഉണ്ടാവും. അതെങ്ങനെയായിരിക്കും വർക്കിംഗ്? ഇപ്പൊ 100 രൂപ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, 100 രൂപയുടെ ഇൻകം ജനറേഷൻ അല്ലേ ഇക്കണോമിയിൽ ഉണ്ടാവുക. അതിന്റെ മൾട്ടിപ്പിൾ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് മാം. എമൗണ്ട് ആയിരിക്കും ഇക്കണോമിയിൽ. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ബ്രേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എത്ര മാത്രമേ ഉള്ളൂ, ഗവൺമെന്റ് ഒരു 100 കോടി, അല്ലെങ്കിൽ ബ്രേക്ക് ആക്ച്വലി വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഓക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ഒരു 100 കോടി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 100 കോടിയുടെ ഇൻകം ഇക്കണോമിയിൽ ഉണ്ടാവുക. അതിന്റെ മൾട്ടിപ്പിൾ എമൗണ്ട് ആയിരിക്കും ഇക്കണോമിയിൽ ഇൻകം ജനറേഷൻ ഉണ്ടാവുക. ഈ ഒരു കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ വെച്ചാല് കെയ്ൻസ് എപ്പോഴും പറയുന്നത് നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം, നിങ്ങൾ കൺസ്യൂം. കെയ്ൻസിന്റെ ഇഫക്റ്റീവ് ഡിമാൻഡിലും കെയ്ൻസ് ഇതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് കെയ്ൻസ് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇനീഷ്യൽ സ്റ്റേജിൽ ഫുൾ എംപ്ലോയ്മെന്റിൽ എത്താൻ പറ്റില്ല. കെയ്ൻസ് ഒരിക്കലും പറയുന്നില്ല നമുക്ക് ഒരിക്കലും ഫുൾ എംപ്ലോയ്മെന്റിൽ എത്താൻ പറ്റില്ല എന്ന് കെയ്ൻസ് പറയുന്നില്ല. കെയ്ൻസ് പറയുന്നത് എന്താ വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഒരിക്കലും ഫുൾ എംപ്ലോയ്മെന്റിൽ എത്താൻ പറ്റില്ല. ആ ഫുൾ എംപ്ലോയ്മെന്റിൽ നമുക്ക് എത്താൻ പറ്റാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിമാൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മുടെ ഡിമാൻഡ് കൂടാണെങ്കിൽ ഇക്കണോമിയിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടും. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടാണെങ്കിൽ ഇക്കണോമിയിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടാണെങ്കിലോ വീണ്ടും ഇൻകം ജനറേഷൻ ഉണ്ടാവും, വീണ്ടും ആളുകൾ കൺസ്യൂം ചെയ്യും, വീണ്ടും പ്രൊഡക്ഷൻ, വീണ്ടും ഇൻകം, വീണ്ടും എംപ്ലോയ്മെന്റ്. ആ ഒരു ഹ്യൂമിലേറ്റീവ് എഫക്ട് ഇക്കണോമിയിൽ ഉണ്ടാവും. ഈ ഒരു ഹ്യൂമിലേറ്റീവ് എഫക്റ്റിനെയാണ് കെയ്ൻസ് എന്ത് വിളിച്ചത്, മൾട്ടിപ്ലർ എന്ന് വിളിച്ചത്. അതായത് നിങ്ങളുടെ ഒരു ഇനീഷ്യൽ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇക്കണോമിയിൽ മൾട്ടിപ്പിൾ എമൗണ്ട് എന്തുണ്ടാക്കും, ഇൻകം ജനറേഷൻ ഉണ്ടാവും. ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ഒരു 100 കോടി രൂപ എന്ത് ചെയ്യാണ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നുണ്ടാവാം, ഈ 100 കോടി ജനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ആളുകളുടെ കൺസംഷൻ കൂടും, അതായത് MPC കൂടൂല്ലേ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മൾട്ടിപ്ലർ വർക്കിംഗ് ആവണമെങ്കിൽ നിങ്ങളുടെ MPCന്റെ വാല്യൂ എന്ത് ചെയ്യണം, ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. നിങ്ങളുടെ കൺസ്യൂം ചെയ്താലേ മൾട്ടിപ്ലയർ വർക്കിംഗ് ആവുള്ളൂ. ഇപ്പൊ 100 കോടി രൂപ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ 100 കോടി രൂപ എന്ത് ചെയ്യാണ്, ആളുകളുടെ കയ്യിലേക്ക് എത്താണല്ലേ. ആളുകളുടെ കയ്യിലെത്തുമ്പോൾ അവരെന്ത് ചെയ്യും, അത് ഉപയോഗിച്ച് കൺസംഷൻ ചെയ്യൂലേ. ഇപ്പൊ ഞാൻ കൺസ്യൂം ചെയ്യുന്നത് എന്തും ആവാം. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവും. ഇപ്പൊ ഞാനൊരു പേന വാങ്ങുന്ന സമയത്ത് പേനിന്റെ മുകളിൽ ആളുകളുടെ കൺസംഷൻ കൂടുമ്പോൾ ആ പേന ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടും. ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ അവിടെ ആളുകൾക്ക് എന്ത് ചെയ്യും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അവിടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അവർക്ക് ഇൻകം കിട്ടും. ആ ഇൻകം ഉപയോഗിച്ച് അവര് വീണ്ടും ഡിമാൻഡ് ചെയ്യും, വീണ്ടും പ്രൊഡക്ഷൻ കൊടുക്കും, വീണ്ടും പ്രൊഡക്ഷൻ കൂടും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, വീണ്ടും ഇൻകം കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, 100 കോടിയാണ് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ഇക്കണോമിയിൽ ചിലപ്പോൾ 500 കോടിയുടെ ഇൻകം ജനറേഷൻ ഉണ്ടാവാം. അപ്പൊ നമുക്ക് എന്ത് പറയാം, മൾട്ടിപ്ലയറിന്റെ വാല്യൂ എന്ത് ചെയ്യാണ്, 5 ആണെന്ന് നമുക്ക് പറയാം. ഇതാണ് ശരിക്കും മൾട്ടിപ്ലയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് നടത്തുകയാണെങ്കിൽ കൂടെ അതിന്റെ മൾട്ടിപ്പിൾ എമൗണ്ട് ഇൻകം ജനറേഷൻ ഇക്കണോമിയിൽ ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് എക്സാം വരുന്ന സമയത്ത് ചില ഫ്രണ്ട്സ് ഒക്കെ പഠിക്കാതിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പം അതിൽ തന്നെ നമ്മൾ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ്, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, പഠിക്കണം, കാരണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്താൻ പറ്റുള്ളൂ. കാരണം
ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് ലെവലിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു മോട്ടിവേഷൻ എന്ത് ചെയ്യാണ് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കാനിരിക്കുകയാണ്. ഈ പഠിക്കാനിരിക്കുന്ന സാധനം നമ്മുടെ ലൈഫ് ലോങ് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു, നല്ലൊരു ജോബ് പൊസിഷനിലെത്തുന്നു, നമ്മുടെ ഇക്കണോമി നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ഒരുപാട് ഗ്രോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മുടെ ഗ്രോത്തിന് എന്ത് ചെയ്യാണ് പുഷ് ചെയ്തിട്ടുള്ള ആരാണ്? നമ്മുടെ ആ ഒരു ഫ്രണ്ടിന്റെ ഒരു മോട്ടിവേഷൻ ആയിരിക്കാം. ആ ഒരു ഇനീഷ്യൽ മോട്ടിവേഷനിൽ നിന്ന് നമുക്ക് എന്ത് സംഭവിച്ചു? മൾട്ടിപ്പിൾ എമൗണ്ട് ഗ്രോത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇതാണ് ആക്ച്വലി മൾട്ടിപ്ലർ. ക്ലിയർ? മൾട്ടിപ്ലർ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഈ മൾട്ടിപ്ലറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആക്സിലറേറ്റർ കേട്ടോ. അപ്പൊ മൾട്ടിപ്ലർ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനീഷ്യൽ ചേഞ്ച് ഇൻ ദി ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് വിൽ ബി മേക്ക് ദ മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഓഫ് ദി എന്താണ് ഇൻകം ജനറേഷൻ. ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് കാരണം ഇക്കണോമിയിൽ മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ദി മൾട്ടിപ്ലർ. മൾട്ടിപ്ലർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/1 - MPC ആണ്. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ MPC ഇട്ടു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കൺസ്യൂം ചെയ്താൽ മാത്രമേ മൾട്ടിപ്ലർ എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ 100 കോടി രൂപ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, 100 കോടി രൂപ എല്ലാവരുടെ കയ്യിലും എത്തി, നിങ്ങൾ ആരും അത് ചെലവാക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ആ പൈസ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ വീടിന്റെ അലമാറയിൽ വെക്കുകയാണെങ്കിൽ മൾട്ടിപ്ലർ അവിടെ വർക്കിംഗ് ആവില്ല. അവിടെ നിങ്ങളുടെ MPCന്റെ വാല്യൂ എന്താണ്? 0 ആണെങ്കിൽ, MPCന്റെ വാല്യൂ 0 ആണെങ്കിൽ അഡീഷണൽ ഇൻകം കാരണം ഉണ്ടായിട്ടുള്ള അഡീഷണൽ കൺസംഷൻ 0 ആണെങ്കിൽ, നമ്മളത് കൺസ്യൂം ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അഡീഷണൽ ഇൻകം കാരണം അഡീഷണൽ കൺസംഷൻ എന്താണ്? 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? MPC 0 ആണെങ്കിൽ നമ്മളത് ചെലവാക്കുന്നില്ല. അപ്പൊ ഗവൺമെന്റ് 100 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇൻകം ജനറേഷൻ എന്തായിരിക്കും? 100 കോടി രൂപ ആയിരിക്കും. ക്ലിയർ? ഇനി MPCന്റെ വാല്യൂ MPCന്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക. ഇൻഫിനിറ്റ് അല്ല, MPCന്റെ വാല്യൂ എന്താണ്? 1 ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻകം നിങ്ങൾ സ്പെൻഡ് ചെയ്തു, നിങ്ങൾ എല്ലാ ഇൻകം കൺസ്യൂം ചെയ്തു, നിങ്ങളുടെ മൾട്ടിപ്ലറിന്റെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. കാരണം ഇൻകം ജനറേഷൻ ഇൻഫിനിറ്റ് ലെവലിലേക്ക് പോകുന്ന പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഇവിടെ അൾട്ടിമേറ്റ്ലി മൾട്ടിപ്ലർ ഉണ്ടാവാനുള്ള റീസൺ എന്താ? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പണം നിങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ MPC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ എന്ത് വർക്കിംഗ് ആവുള്ളൂ? മൾട്ടിപ്ലർ വർക്കിംഗ് ആവുള്ളൂ. MPCന്റെ വാല്യൂ 0 ആണെങ്കിൽ മൾട്ടിപ്ലർ എന്തായിരിക്കും? 1 ആയിരിക്കും. MPCന്റെ വാല്യൂ 1 ആണെങ്കിൽ മൾട്ടിപ്ലറിന്റെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ആര് പറയുന്നത്? നമ്മുടെ JB ക്ലാർക്ക് എന്ത് ചെയ്യുന്നത്? ആക്സിലറേറ്റർ മോഡൽ പറയുന്നത്. JB ക്ലാർക്ക് എന്താ പറയുന്നത്? ഇതിന്റെ ഓപ്പോസിറ്റ്. JM കെയ്ൻസ് പറയുന്നത് എന്താ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ആണ്. അതായത് ചേഞ്ച് ഇൻ ഇൻകം ഡ്യൂ ടു ചേഞ്ച് ഇൻ ദി ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ, നമ്മൾ താഴെ നിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻകത്തിൽ ഒരു മൾട്ടിപ്പിൾ എമൗണ്ട് ചേഞ്ച് ഉണ്ടാക്കും. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് JB ക്ലാർക്ക് പറയുന്നത്. ഈ ഇക്വേഷൻ എന്ത് ചെയ്യാ? നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അതായത് JB ക്ലാർക്ക് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ വൈ ആണ് ആര് പറയുന്നത്? നമ്മുടെ JB ക്ലാർക്ക് പറയുന്നത് കേട്ടോ. ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ ഇൻകത്തിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ ഇൻക്രിമെന്റ്, നിങ്ങളുടെ ഇൻകം ആണ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നത് അല്ലെ. ഇവിടെ കെയ്ൻസ് എന്താ പറഞ്ഞത്? ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇൻകം ഉണ്ടാക്കുന്നത്. കാരണം ആക്ടിവിറ്റീസ് കൂടാ, വീണ്ടും എംപ്ലോയ്മെന്റ് കിട്ടുക, വീണ്ടും ഇൻകം, വീണ്ടും കൺസംഷൻ വരുമ്പോൾ ഇക്കണോമിയിൽ എന്ത് ചെയ്യുന്നു? ഇൻകം ജനറേഷൻ ഉണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇൻകം ഉണ്ടാക്കുന്നതാണ് കെയ്ൻസ് പറയുന്നത്. JB ക്ലാർക്ക് പറയുന്നത് ഇൻകം ആണ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നത്, അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇൻകം ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? നിങ്ങളുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ, യെസ്, വെരി ഗുഡ്, ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇനി നിങ്ങളുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഓപ്പോസിറ്റ്, ഓട്ടോണമസ്. വെരി ഗുഡ്, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ശരിക്കും JB ക്ലാർക്ക് ആക്സിലറേറ്റർ മോഡൽ പറയുന്നത് എന്താ? ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റാ. കാരണം എന്താ? JB ക്ലാർക്ക് പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഇവിടെ ഇൻകം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും.
നിങ്ങളുടെ കൺസംഷൻ കൂടുമ്പം ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കുന്നുണ്ടാവും എന്താ എന്റെ സാധനങ്ങൾക്ക് നല്ല കൺസംഷൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് എനിക്ക് കൂടുതൽ വിൽക്കാൻ പറ്റും, കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അപ്പം ഒരാളുടെ ഇൻകം കൂടിയപ്പം ആ ഇൻകം കാരണം എന്ത് ചെയ്തു, അയാളുടെ കൺസംഷൻ കൂടി. കൺസംഷൻ കൂടിയ സമയത്ത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ കൂടുതലായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇനീഷ്യൽ ആയിട്ടുള്ള ഇൻകം ആണ് എന്തിലേക്ക് നയിച്ചത്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻക്രിമെന്റ് ഉണ്ടാവാനുള്ള റീസൺ ആയിട്ട് മാറിയിട്ടുള്ളത്. എന്നാൽ ജെയിം കെയ്ൻസ് എന്താ പറഞ്ഞത്, ആദ്യം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നാലേ ഇൻകം ഉണ്ടാവുള്ളൂ. ജെ.ബി. ക്ലാർക്ക് എന്താ പറയുന്നത്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻകം ഉണ്ടാവണം, ഇൻകം ഉണ്ടായി കഴിഞ്ഞാലേ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ജെയിം കെയ്ൻസിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ജെ.ബി. ക്ലാർക്ക് എന്തിൽ പറയുന്നത്, ആക്സിലറേറ്റർ മോഡൽ പറയുന്നത്. അപ്പൊ ബേസിക്കലി ആക്സിലറേറ്റർ മോഡൽ എന്താണ്, ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. കാരണം എന്താണ്, ഇൻകത്തിൽ നിന്നാണ് ആക്ച്വലി എന്ത് ഉണ്ടാവുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ക്ലിയർ? അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ദി ആക്സിലറേറ്റർ മോഡൽ, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ദി GNP. ഈ GNP എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആണ് കേട്ടോ. കാരണം GNP എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ ഇൻകം അല്ലെ. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ത് കാരണം ഉണ്ടാവുന്ന ചേഞ്ചാ, നമ്മുടെ നാഷണൽ ഇൻകത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്. അതല്ല നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ പറഞ്ഞേ, ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ വൈ അല്ലെ. കാരണം എന്താണ്, നാഷണൽ വൈ എന്ന് പറയുന്നത് എന്താ, മാക്രോ എക്കണോമിക്സിൽ വൈ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ആണ്. നാഷണൽ ഇൻകം, ഔട്ട്പുട്ട്, എംപ്ലോയ്മെന്റ്, ഇതിനൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ടാവും വൈ ആണ് കേട്ടോ. അപ്പൊ വൈയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്തിന് കാരണമാവുന്നു, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് കാരണമാവുന്നു. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം ആരാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്, ക്ലാർക്കാണ്. JB ക്ലാർക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോഡൽ കൊണ്ടുവരുന്നത് കേട്ടോ. The theory explain the investment is induced by the change in the income of the demand. ഡിമാൻഡ് കൂടുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണം. കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ കൂടുതൽ എന്ത് വേണം, എക്യുപ്മെന്റ്സ്, മെഷീൻസ് മാറ്റം, നമ്മുടെ കൺസംഷൻ കൂട്ടുന്നു. കൺസംഷൻ കൂടുന്ന സമയത്ത് എന്ത് കൂടുന്നു, ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്സിലറേറ്റർ. എന്ത് വിളിക്കാം, ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. ആക്സിലറേറ്റർ നമ്മൾ V വെച്ചിട്ടാണ് മെൻഷൻ ചെയ്യാറ് കേട്ടോ. നമ്മുടെ മൾട്ടിപ്ലർ നമ്മൾ K വെച്ചിട്ടും ആക്സിലറേറ്റർ നമ്മൾ V വെച്ചിട്ടാണ് മെൻഷൻ ചെയ്യാറുള്ളത്. ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ വൈ ആയിരിക്കും. ഇവിടെ നമുക്ക് 3 ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിന്റെ വെച്ചാല് ഇപ്പൊ 100 രൂപ നിങ്ങളുടെ ഇൻകം കൂടും. ഇതിനാണ് നമ്മൾ ആക്സിലറേറ്റർ തിയറി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വോയിസ് ഇപ്പം ഓക്കെ ആണോ? ഓക്കെ ആണോ?
പോയി. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നോട്ട് ക്ലിയർ. ഇപ്പൊ ഓക്കെ ആണോ? ബ്രേക്ക് ഉണ്ടല്ലേ? ബ്രേക്ക് പോയോ? ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നാല്. ഓക്കെ ആണോ? ഓക്കെ. ഇവിടെ ആക്ച്വലി നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പം കേൾക്കുന്നുണ്ടോ? എന്താ അവസ്ഥ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യണോ? ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ കംപ്ലീറ്റ് ചെയ്താൽ മതിയോ? ഓക്കെ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ബ്രേക്ക് ഉണ്ടല്ലേ? അയ്യോ, ഇപ്പൊ എന്താ അവസ്ഥ? ക്ലിയർ ആണോ? നാളെ continue ചെയ്താൽ നല്ലത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. സെയിം ക്വസ്റ്റ്യനെ നമുക്ക് നാളെ തുടങ്ങാം കേട്ടോ. ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, നല്ല മഴയും കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നൊരു ഇതാണ്. നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഓക്കെ, താങ്ക് യു ഓൾ. ഇൻ കേസ് നിങ്ങൾക്ക് ഞാൻ സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.